ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. CPM-ലെ വിഭാഗീയത തെരുവിലേക്കെത്തുന്നത് ഇതാദ്യമല്ല. പാർട്ടി രണ്ടായി തിരിഞ്ഞ നേതാക്കൾ രണ്ടു പക്ഷത്തു നിന്ന 2 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടിയെടുത്ത നാളുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടിയായിരുന്നു, ആശയങ്ങളുടെ പേരിലായിരുന്നു, 2 നേതാക്കളുടെ പേരിലായിരുന്നു. ഇന്നിപ്പോൾ കുലശേഖരപുരത്തെ പാർട്ടിക്കാർ പറഞ്ഞത് പുറത്തു പറയാൻ പോലും പറ്റാത്തത്ര മോശം കാര്യമാണ്. പണവും അധികാരവും മുതലാളിത്ത ചങ്ങാത്തവുമെല്ലാം ഓരോ നാട്ടിലും 2 പക്ഷത്തെ സൃഷ്ടിക്കുകയാണ്. അപ്പോഴും ഇക്കാലം വരെ ഇരുമ്പുചട്ടയായി നിന്ന പാർട്ടി സംവിധാനം വലിയ രീതിയിൽ മാറിയെന്നല്ലേ ഈ സമ്മേളനക്കാലം പറയുന്നത്. കരുനാഗപ്പള്ളിയിലേത് ഒറ്റപ്പെട്ട കാര്യമെന്ന പാർട്ടി നേതൃത്വം പറയുമ്പോൾ മറ്റിടങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകളോ എന്ന ചോദ്യം ബാക്കിയാണ്. വിഭാഗീയത വാളായോ? ചർച്ചയിൽ ഇടത് നിരീക്ഷകനായി M. ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകനായി ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, K. സോമൻ BJP പ്രതിനിധി, NP ചെക്കുട്ടി രാഷ്ട്രീയ നിരീക്ഷകൻ, ബിപിൻ സി ബാബു CPM-ൽ നിന്ന് ഇന്ന് BJP-യിൽ ചേർന്ന ബിപിൻ സി ബാബുവുമുണ്ട്. അദ്ദേഹത്തിലേക്കാണ് ഞാൻ ആദ്യം പോകുന്നത്. ആദ്യം ശ്രീ ബിപിൻ, താങ്കൾ ഇന്ന് BJP-യിലേക്ക് പോയിരിക്കുന്നു, BJP അംഗത്വം എടുത്തിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് കിട്ടിയ ഓഫർ? BJP-യിൽ നിന്ന് ഒരു ഓഫറുമില്ല. യാതൊരുവിധ ഓഫറുകളുമില്ല. അങ്ങനെയെങ്കിൽ BJP-യിലേക്ക് പോകാനുണ്ടായ കാരണം എന്താണ്? BJP-യിലേക്ക് പോയത് നമുക്കെല്ലാവർക്കും കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എൻ്റെ ജില്ല ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴയിൽ CPM 3-ാം സ്ഥാനത്തേക്കാണ് പോയത്. കേരളത്തിലാകെ ദയനീയമായ തോൽവിയാണ് ഉണ്ടായത്. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യം ഭരിച്ച ഗവൺമെൻറ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ ധാരാളമുണ്ട്. ഒന്ന് നമ്മുടെ നാഷണൽ ഹൈവേ, 2 റെയിൽവേയിലുണ്ടായ വികസനങ്ങൾ, പിന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ധാരാളം പദ്ധതികൾ ഈ ഗവൺമെൻറ് നടപ്പിലാക്കി. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ പോലും BJP-ക്ക് വോട്ട് ഷെയറിൽ വലിയ വർധനമുണ്ടായത്. CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമായിരുന്നു ഒരു ഘട്ടത്തിൽ. എന്നാൽ അവർക്ക് മതനിരപേക്ഷത നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് ഈ കേരളത്തിൽ CPM എത്തിച്ചേർന്നിരിക്കുന്നു. സാധാരണക്കാർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു പ്രസ്ഥാനമായി CPM മാറുന്നു. CPM-ലെ അണികൾക്കും പ്രവർത്തകർക്കും CPM-ലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് CPM-ൽ നിന്നും ധാരാളം പേർ BJP-യിലേക്ക് പോകുന്നത്. താങ്കൾ രാവിലെ മുതൽ പറയുന്നുണ്ട് പാർട്ടിക്ക് മതനിരപേക്ഷത നഷ്ടപ്പെട്ടു എന്ന്. എന്താണ് താങ്കൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വർഗീയത പിടികൂടി ചില നേതാക്കളെ എന്നും പറയും. താങ്കൾക്കതൊന്ന് വിശദീകരിക്കാമോ? ഇപ്പം എൻ്റെ ജില്ലയിൽ തന്നെയുള്ള അനുഭവങ്ങൾ പലതാണ്. ജില്ലയിലെ പാർട്ടിക്ക് ഉള്ളിലേക്ക് വർഗീയ ശക്തികൾ കയറിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഉണ്ടായ അനുഭവം എനിക്ക് മാത്രമല്ല, G. സുധാകരൻ സാറിന് ഉൾപ്പെടെ ഉണ്ടായ അനുഭവങ്ങൾ വളരെ മോശമാണ്. G. സുധാകരൻ സാർ ജില്ലയിലെ എന്നല്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല പൊതുപ്രവർത്തകനാണ്, ഏറ്റവും നല്ല മന്ത്രിയായി പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹത്തിന് പോലും ഇന്ന് പാർട്ടിയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുടെ രൂപത്തിലേക്ക് അദ്ദേഹം പോലും ഈ പാർട്ടിയിൽ നിന്ന് പോകണമെന്നാണ് ആ ശക്തികൾ ആഗ്രഹിക്കുന്നത്. ഒരു കോക്കസിന്റെ കയ്യിലേക്ക് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നു. താങ്കൾ G. സുധാകരനെയും താങ്കളെയും എങ്ങനെയാണ് താരതമ്യപ്പെടുത്തുന്നത്? അതെങ്ങനെ ശരിയാകും? ഒരിക്കലും അദ്ദേഹത്തെ താരതമ്യം ചെയ്തതല്ല. അദ്ദേഹത്തിന് പോലും ഇന്ന് ഈ പ്രസ്ഥാനത്ത് നിൽക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തെ പോലും വേദനിപ്പിക്കുന്ന രൂപത്തിലാണ് ഈ CPM-ലെ പ്രവർത്തകർ മുന്നോട്ട് പോകുന്ന ആലപ്പുഴയിൽ. പാർട്ടിയുമായി താങ്കൾക്കുള്ള ബന്ധം അത്ര നല്ല രീതിയിലായിരുന്നില്ല കഴിഞ്ഞ കുറച്ചു വർഷമായി. താങ്കൾക്കെതിരെ താങ്കളുടെ ഭാര്യ തന്നെ നൽകിയ ഗാർഹിക പീഡന പരാതിയുണ്ട്. ആ പരാതി കോടതിയിൽ മാത്രമല്ല പാർട്ടിയിൽ പറഞ്ഞ ശേഷം പാർട്ടി നടപടിയെടുത്തിട്ടില്ലേ താങ്കൾക്കെതിരെ? അത് 2 വർഷം മുമ്പുള്ള കാര്യമാണ്. 2 വർഷം മുമ്പ് എൻ്റെ ഭാര്യ ഗാർഹിക പീഡനത്തിൻ്റെ പേരിലാണ് പരാതി കൊടുത്തത്. അല്ലാതെ ഈ ആഭിചാരക്രിയയൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ്. അതിപ്പം കോടതിയിൽ കേസായി ഇരിക്കുകയാണ്, ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലാണ്.
അതിന് എനിക്കിപ്പോൾ ഇവിടെ ഒന്നും പറയാൻ സാധിക്കില്ല. ഇന്നിപ്പോൾ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ഒരുപിടി വാർത്തകളുണ്ട്. കൊല്ലത്തു നിന്ന് മാത്രമല്ല, മറ്റ് പല ജില്ലകളിൽ നിന്നും വാർത്ത വരുന്നു. ആലപ്പുഴയിൽ നിന്ന് വാർത്ത വരുന്നു. ആലപ്പുഴയിൽ ജി സുധാകരനെ സമ്മേളനത്തിൽ നിന്ന് തന്നെ, അദ്ദേഹത്തിന് വീടിനടുത്ത് നടക്കുന്ന സമ്മേളനത്തിൽ നിന്നും മാറ്റി നിർത്തുന്നു എന്നടക്കമുള്ള വാർത്ത വരുന്നു. അപ്പോൾ എന്താണ് ഈ സമ്മേളന കാലയളവിൽ CPM-ന് സംഭവിക്കുന്നത്? സ്മൃതി, ഈ പറയുന്ന ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം അടിസ്ഥാനരഹിതമാണ്. ജി സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം ഇന്ന് വൈകുന്നേരം കൂടി, സന്ധ്യയ്ക്കും കൂടി CPM-ന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള മുറിയിൽ പോയ മനുഷ്യനാണ് ജി സുധാകരൻ. ആ ജി സുധാകരനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഈ ചർച്ചയിലിരുന്നുകൊണ്ട് BJP-യിൽ ചേർന്ന മുൻ CPM നേതാവ് എന്തൊക്കെയോ പറയുന്നത്. ആരാണ് ജി സുധാകരൻ? കേരളത്തിലെ ജനങ്ങൾക്കറിയാം. പിന്നെ വ്യക്തിപരമായി എനിക്ക് ഏറെ അടുപ്പവും ബഹുമാനവും ഉള്ള, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന, ബഹുമാനിക്കുന്ന നേതാവാണ് ജി സുധാകരൻ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ കോടിയേരിക്ക്, അന്ന് കോടിയേരി ആയിരുന്നല്ലോ പാർട്ടി സെക്രട്ടറി, അങ്ങോട്ട് എഴുതി കൊടുത്താണ് ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ്. ആ ഒരു മാന്യത ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ പറച്ചിലുമായിട്ട് എവിടെ നിൽക്കുന്നു? അജഗജാന്തരം എന്നൊക്കെ പറയുന്ന ഇതിനാണല്ലോ. അത് എന്തിനാണ് സുധാകരൻ ഇതിനകത്ത് വലിച്ചിറക്കുന്നത്? അദ്ദേഹം പിന്നെ പാർട്ടിയായിട്ട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടത്രേ. എന്ത് വിയോജിപ്പ്? ആരോടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വിയോജിപ്പുണ്ടെന്ന്? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നടക്കുന്ന അമ്പലപ്പുഴ ഏരിയ സമ്മേളനം, ശരിയാണ്, അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ ശ്രീ ജി സുധാകരൻ എന്തെങ്കിലും അനിഷ്ടം എങ്കിലും, അഭിപ്രായ വ്യത്യാസം പോട്ടെ, അനിഷ്ടമെങ്കിലും ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. അദ്ദേഹം അനിഷ്ടം പറയുന്നു, അദ്ദേഹം പരസ്യമായി പ്രതികരിക്കുന്നു എന്നുള്ളതല്ലല്ലോ വിഷയം. അദ്ദേഹം പ്രതികരിക്കുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാന്യത. പക്ഷെ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് ശരിയാണോ എന്നതാണ് എന്റെ ചോദ്യം. അല്ല, അത് ആ മാന്യത, അദ്ദേഹത്തെ മാറ്റി നിർത്തണം മാന്യത എന്ന് കുറച്ചുകൂടെ തെളിച്ചങ്ങ് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന അമ്പലപ്പുഴ ഏരിയ സമ്മേളനം ഇന്നത്തെ കൊണ്ട് സമാപിക്കുകയാണ്. അപ്പോൾ അവിടെ പിന്നെ സമാപന സമ്മേളനത്തിൽ അദ്ദേഹത്തെ ക്ഷണിച്ചില്ല. ശരിയാണ്, ക്ഷണിച്ചില്ല. ക്ഷണിക്കണമെങ്കിൽ പിന്നെ അദ്ദേഹത്തെ ക്ഷണിക്കണം എന്ന് ആവശ്യപ്പെടേണ്ടത് അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയാണ് ജില്ലാ കമ്മിറ്റിയോട് പറയേണ്ടത്. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നേ എനിക്കറിയൂ. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണല്ലോ വിഭാഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ശ്രീ ജയേന്ദ്രൻ, 15 വർഷം അമ്പലപ്പുഴ മണ്ഡലത്തിൽ MLA ആയിരുന്ന വ്യക്തിയാണ് ജി സുധാകരൻ. അദ്ദേഹത്തിന് വീടിനടുത്താണ് സമ്മേളനം നടക്കുന്നത്. അപ്പോൾ ഉദ്ഘാടന സമ്മേളനത്തിലും പൊതുസമ്മേളനത്തിൽ നിന്നും ഒക്കെ പൂർണ്ണമായി അദ്ദേഹത്തെ ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അല്ല, അങ്ങനെയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. അദ്ദേഹം CPM-ന്റെ ആലപ്പുഴ ജില്ലാ ഘടകത്തിൽ, അതായത് ജില്ലാ കമ്മിറ്റിയിലെ ബ്രാഞ്ചിൽ ആണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എപ്പോ? കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടിട്ടാണ് എന്നെ DC ബ്രാഞ്ചിൽ ഉൾപ്പെടുത്തിയാൽ മതി. അദ്ദേഹം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെല്ലാം, ആ ബ്രാഞ്ചിലുള്ള ആൾക്കാരെല്ലാം അഭിഭാഷകരാണ്. അങ്ങനെ ബ്രാഞ്ചിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ അതിൽ അദ്ദേഹം ആ മെമ്പർഷിപ്പിൽ അങ്ങനെ ഒതുങ്ങി നിൽക്കാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത്. മറ്റ് പൊതുപരിപാടികൾ പോകുന്നുണ്ട്. പാർട്ടി ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരിപാടികൾ വിളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സമയവും സൗകര്യവും ആരോഗ്യവും ഉണ്ടെങ്കിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് അദ്ദേഹം നടത്തിയൊരു ഒരു പ്രധാനപ്പെട്ട പിന്നെ വിമർശനം എന്നല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത്, ഈ പ്രായപരിധി എന്നുള്ളത് പാർട്ടി സമ്മേളനത്തിൽ ഒരു പാർട്ടി പിന്നെ തീരുമാനമൊന്നുമല്ല, ഭരണഘടനയുടെ തീരുമാനമല്ല, പാർട്ടി ഭരണഘടനയുടെ പരിപാടിയിലില്ല. പക്ഷേ സമ്മേളനങ്ങൾ കാലാകാലങ്ങൾ തീരുമാനിക്കാം. അതൊന്ന് മാറ്റുന്നത് നന്നായിരിക്കും. അത് പാർട്ടി സമ്മേളനമാണ് ആലോചിക്കേണ്ടത്. അത് ആലോചിക്കേണ്ട കാര്യമാണ്. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള നിലയിൽ പരിഗണിക്കേണ്ടത്. പാർട്ടി പരിഗണിക്കേണ്ട വിഷയമാണ്. സംസ്ഥാന സമ്മേളനത്തെ പരിഗണിക്കുമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലാതെ ജി സുധാകരന് CPM-ആയിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പോയിട്ട് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ അനിഷ്ടമെങ്കിലും ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷെ വിയോജിപ്പുകൾ പലതും അദ്ദേഹത്തിനുണ്ട്, ഉണ്ടായിരിക്കുകയും ചെയ്യും. അത് സ്വാഭാവികമാണല്ലോ, ഏതൊരു വ്യക്തിക്കും ഉണ്ടാവുമല്ലോ. അത് പക്ഷെ അദ്ദേഹം ഒരിക്കലും പരസ്യമായി പറയാൻ വരാറില്ല. അതിൻ്റെ ആവശ്യവുമില്ല അദ്ദേഹത്തിന്. അങ്ങനെ ഒരു വ്യക്തിത്വമല്ല ജി സുധാകരൻ. കേരളം മുഴുവനും, ഒരുപക്ഷെ ഇന്ത്യയിൽ പല മേഖലകളിലും അറിയപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് ഇപ്പോഴും ജി സുധാകരൻ. അത് ഈ ബിപിൻ സി ബാബുവിന്റെ ഈ വ്യക്തിത്വവുമായിട്ട് വിദൂരമായ, അനധിവിദൂരമായ താരതമ്യം പോലും അങ്ങനെ ഒരു താരതമ്യം എന്റെ ചോദ്യത്തിലുമില്ല. അങ്ങനെ ഒരു താരതമ്യം എന്റെ ചോദ്യത്തിലുമില്ല. അങ്ങനെ ഒരു താരതമ്യം എന്റെ ചോദ്യത്തിലുമില്ല. അങ്ങ് തെറ്റിദ്ധരിക്കരുത്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം. ഇല്ല, താങ്കളുടെ ചോദ്യത്തിലില്ല, നിശ്ചയമായും ഇല്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു.
ശരി, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, നമ്മൾ പാർട്ടി CPM-ലെ വിഭാഗീയത കുറെ കാലം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവിടെ ഒരു വശത്ത് VS-ഉം മറുവശത്ത് പിണറായി വിജയനുമായിരുന്നു. പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളിൽ പെട്ട് ഉള്ള ഒരു വിഭാഗീയത എന്ന രൂപത്തിലാണ് ആദ്യം വ്യാഖ്യാനിച്ചെങ്കിലും ആത്യന്തികമായി അത് പാർട്ടി ആരെ പിടിച്ചടക്കും എന്നുള്ളതിലേക്ക് തന്നെയാണ് എത്തിയിരുന്നത്. അതിൻ്റെ അവസാനം എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ വിഭാഗീയതയെ അന്നത്തെ വിഭാഗീയതയുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ? ഇപ്പോൾ വളരെ പ്രാദേശികമായ വിഷയങ്ങൾ, അതും മണ്ണ് മാഫിയ, സ്ത്രീ വിഷയം അല്ലെങ്കിൽ സ്ത്രീ പീഡനം അടക്കമുള്ള വിഷയങ്ങളടക്കം ഉയരുന്നു. അങ്ങനെ ഉയരുന്ന നേതാക്കൾക്കെതിരെ ആ പ്രദേശത്ത് വലിയ തോതിൽ പ്രശ്നമുണ്ടാകുന്നു. അവിടെ പ്രവർത്തകർ വലിയ തോതിൽ സംഘടിച്ച് ഒരു നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. പിന്നീട് ആ നേതാവിനെ തലപ്പത്തുനിന്ന് സംരക്ഷിക്കുന്ന ഒരു രീതി കണ്ടുവരികയാണ്. പലയിടത്തായി അതിൻ്റെ ആവർത്തനം കാണാം. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, താങ്കൾ എങ്ങനെ വിശകലനം ചെയ്യുന്നു? സ്മൃതി, നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് കേരളത്തിലുടനീളം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന സമ്മേളനങ്ങളിൽ ബ്രാഞ്ച് മുതൽ മുകളിലോട്ട് ഇപ്പം പലയിടത്തും ഏരിയയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ യോഗങ്ങളിൽ നടക്കുന്ന വിഭാഗീയത അല്ലെങ്കിൽ സംഘർഷം, പ്രവർത്തകരെ തമ്മിൽ ഏറ്റുമുട്ടലിലോളം എത്തുന്ന രീതിയിൽ വളരുന്ന സംഘർഷം, അതിനെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ അത്തരം ഒരു ചർച്ച റിപ്പോർട്ടർ ചാനൽ നടത്തുമ്പോൾ അതിനെപ്പറ്റി വിശദീകരിക്കാൻ എന്തുകൊണ്ട് CPM-ന്റെ ഔദ്യോഗിക നേതാക്കളാരും വരുന്നില്ല? അവർക്ക് ഈ ജനങ്ങളോട്, റിപ്പോർട്ടർ TV കാണുന്ന സാധാരണ ആളുകളോട് അവർക്കൊരു ബാധ്യതയുമില്ലേ, ഉത്തരവാദിത്വമില്ലേ? ശ്രീ ജയചന്ദ്രന്റെ ഇവിടുത്തെ സാന്നിധ്യത്തെ ഞാൻ ചെറുതാക്കി കാണുകയല്ല, താങ്കൾ അങ്ങനെ കരുതരുത്. പക്ഷേ ഇതുപോലുള്ള വളരെ ഗൗരവമായൊരു വിഷയം പാർട്ടി നേരിടുമ്പോൾ അതിനെപ്പറ്റി ജനങ്ങളോട് പറയാൻ പാർട്ടി പ്രവർത്തകർ ഇത് കേൾക്കുന്നുണ്ട്, പാർട്ടിയുടെ സജീവ പ്രവർത്തകർ. അപ്പോൾ അവരോട് ഇത് വിശദീകരിക്കാൻ ഈ നേതാക്കൾക്ക് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ ഒരു ഉത്തരവാദിത്വമില്ലേ എന്നൊരു ചോദ്യം കുറേ നാളായിട്ട് കാണുന്ന കാര്യമാണിത്. അത് വീണ്ടും ഒന്ന് ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. വാസ്തവത്തിൽ അത് പാർട്ടി ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ. അതുപോലെ തന്നെ സ്മൃതി ഇവിടെ പറഞ്ഞു നേരത്തെ പ്രത്യയശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ പാർട്ടിയെ വലിയ വൻമരങ്ങൾക്ക് ചുറ്റും കൂടുന്ന ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ വിഭാഗങ്ങൾ, അവർ തമ്മിലൊക്കെ ഉള്ള ഒരു പോരാട്ടം അല്ലെങ്കിൽ തർക്കം, അത് പലപ്പോഴും പ്രത്യയശാസ്ത്രപരമായിരുന്നു അല്ലെങ്കിൽ ആശയപരമായിരുന്നു. പാർട്ടി ഏത് ലൈനിലൂടെ പോകണം എന്നുള്ള ഒരു ചോദ്യത്തിന്റെ പുറത്തൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. സ്മൃതി, ഇപ്പം ഇവിടെ എന്താ നടക്കുന്നത്? ഇപ്പം ബ്രാഞ്ച് യോഗങ്ങൾ മുതൽ തിരുവനന്തപുരത്തൊക്കെ എത്രയോ ബ്രാഞ്ച് യോഗങ്ങൾ നടത്താൻ പറ്റാതെ, മര്യാദയ്ക്ക് നടത്താൻ പറ്റാതെ അലസിപ്പോയിട്ടുണ്ടെന്നറിയാമോ? പിന്നീട് ഇതൊക്കെ നടത്തി ശരിപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ ഇപ്പം ലോക്കൽ കമ്മിറ്റി, ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കുലശേഖരപുരം കരുനാഗപ്പള്ളിയിൽ അവിടുത്തെ 9 ലോക്കൽ കമ്മിറ്റിയോ 10 ലോക്കൽ കമ്മിറ്റി യോഗങ്ങളുടെ 7 നടത്താൻ പറ്റാതെ അലമ്പായി പോവുകയാണ് ഉണ്ടായത്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പ്രാദേശിക തലത്തിലുള്ള നേതൃത്വം, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടൊക്കെ വരുന്നവരെ സമൂഹത്തിൽ എത്ര സ്വീകാര്യരായിരുന്നു എന്നുള്ളത്. യാതൊരു തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളുമില്ലാത്ത ആളുകൾ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് പ്രവർത്തകരുടെ എല്ലാം സ്വീകാര്യത നേടി അവരുടെ എല്ലാം അംഗീകാരമുള്ള നേതാക്കളാണ് ഇപ്പോൾ ഒരു ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് പോലും വരുന്നത്. ഇപ്പോഴൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഈ കുമാരപുരം അല്ലേ, നമ്മുടെ കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം നടന്നത്, അവിടുത്തെ പ്രധാന പ്രശ്നം എന്താ? ഒരു ലൈംഗിക പീഡന കേസിൽ പ്രതിയായ ഒരു പ്രതിയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിനെതിരാ. അപ്പൊ ഇന്നലെ തിരുവല്ലയിൽ, അല്ല ഇന്നാണ് അതിന്റെ സമാപനം, തിരുവല്ലയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടാകാം. അവിടെയും പ്രധാനപ്പെട്ട വിഷയം അവിടെ ചർച്ച ചെയ്ത സംഘടനാ റിപ്പോർട്ടിൽ പറയുന്ന ചില കാര്യങ്ങൾ, അതും ഇതുപോലെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട്. അതുപോലെ പിന്നെ കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ സംഘർഷത്തെ തുടർന്നുണ്ടായ പോസ്റ്റർ യുദ്ധത്തിൽ എന്താണ് എനിക്ക് മനസ്സിലായില്ല, അതിന്റെ വിശദാംശം എനിക്ക് പിടുത്തം കിട്ടില്ല. പക്ഷേ ബാർ മുതലാളി, അനിയൻ ബാബ, ചേട്ടൻ ബാബ, ഇവർ പോയി തൊലയട്ടെ. അപ്പോൾ ഇവിടെ സാധാരണ താഴേക്കിടയിൽ പോലും നേതൃത്വത്തിൽ എത്ര ജീർണത സംഭവിച്ചിരിക്കുന്നു. പലയിടത്തും പല സ്ഥലങ്ങളിലും ഇപ്പോൾ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ, അതുപോലെ മയക്കുമരുന്ന് അതുമായി ബന്ധപ്പെട്ട കേസുകളിൽ, ഇപ്പോൾ സ്മൃതി പറഞ്ഞ പോലെ പിന്നെ മണൽ മാഫിയ, മറ്റു മാഫിയകൾ, ഈ ധനികവർഗം പാർട്ടി നേതാക്കളെ വിലക്കെടുക്കുന്ന സംഭവങ്ങൾ, ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ട് ഈ പാർട്ടി എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് വെറും പ്രാദേശിക തലത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രമാണോ? നമ്മൾ കുറെ കൂടെ ഗൗരവമായിട്ട് ഇത് ചിന്തിക്കുകയാണെങ്കിൽ CPM-ന്റെ സംസ്ഥാന നേതൃത്വം, ആ സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് വലിയ, അല്ലെങ്കിൽ അണികൾക്ക്, പ്രവർത്തകർക്ക് വലിയ നിരാശ സംഭവിച്ചുകൊണ്ടിരിക്കുക.
നേതൃത്വത്തിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറയാൻ ഉദ്ദേശിക്കുകയാണ്. ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് പണ്ടൊക്കെ എങ്ങനെയാ CPM കുറച്ചൊക്കെ ചരിത്രം നമുക്ക് അറിയാവുന്നതാണല്ലോ, എത്രയോ കാലമായിട്ട് നമ്മളിത് കാണുന്നതാ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിനുണ്ടായിരുന്ന ഒരു ക്രെഡിബിലിറ്റി, വിശ്വാസ്യത, ജനങ്ങൾ അവരെ ട്രസ്റ്റ് ചെയ്യുന്ന രീതി, ഇന്നിപ്പോൾ അതാണോ? ഇപ്പോൾ നമുക്ക് ADM നവീൻ ബാബുവിന്റെ മരണം തന്നെ എടുക്കൂ. ഒറ്റ ഉദാഹരണം ഞാൻ പറയുന്നത്, ആ മരണം ഉണ്ടായപ്പോൾ, ആത്മഹത്യ സംഭവിച്ചപ്പോൾ പാർട്ടിയും സർക്കാരും പറഞ്ഞു ഞങ്ങൾ ഈ കുടുംബത്തിന്റെ കൂടെയാണെന്നാ. പക്ഷെ പിന്നീട് എന്താ നടന്നത്? പിന്നീട് ഈ പ്രതിയായ സൗമ്യയ്ക്ക് ജാമ്യം നേടിക്കൊടുക്കുന്നതിന് ആരാ ശ്രമിച്ചത്? അവരത്തെ ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്? അവർ അധികാരം ഉപയോഗിച്ചില്ലേ അവരെ രക്ഷിക്കാൻ? അല്ലെങ്കിൽ ഭരണകൂട സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയില്ലേ? അതുപോലെ അവർക്ക് ജാമ്യം കിട്ടിയപ്പോൾ ആരാ സ്വീകരിക്കാൻ പോയത്? സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ്. ഇവിടെയാണ് നേതൃത്വത്തിന്റെ വിശ്വാസ്യത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. ഒരു കാര്യം കൂടെ പറയാം. അത് നമ്മുടെ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സന്ദീപ് വാര്യർ BJP-ക്കാരനാണ്. അയാള് CPM-ൽ വരുന്നതിനെ പറ്റി ആലോചിച്ചു. അപ്പൊ എന്താ പാർട്ടി നേതൃത്വം, പ്രധാനപ്പെട്ട നേതാക്കളെ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളടക്കം അവർ പെട്ടെന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആണ് അദ്ദേഹം എന്ന് പറയുകയാണ്. ഞങ്ങൾക്ക് വളരെ സ്വീകാര്യനാണെന്ന് പറയുകയാ. ഇതുപോലെയുള്ള ആളുകൾ ഈ വർഗീയ കൂടാരങ്ങൾ വിട്ട് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നത് സന്തോഷകരമാണെന്ന് പറയാ. പക്ഷേ ദൗർഭാഗ്യവശാൽ അയാൾ ചേർന്നത് കോൺഗ്രസിലാണ്. അയക്ക് എവിടെയും ചേരട്ടെ, അതല്ല നമ്മുടെ പ്രശ്നം. ചേർന്ന ഉടനെ ഈ നേതൃത്വം എന്താ പറഞ്ഞത്? ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞത് സരിനെ കുറിച്ചാണ്. ഞങ്ങളാരും ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്മൃതി, ഇത് പഴയതുപോലല്ല. ചോദ്യം ചെയ്യുന്ന ഒരു തലമുറ ഇപ്പൊ പാർട്ടിയിൽ വളർന്നു വരുന്നുണ്ട്. ആശയപരമായിട്ട് മാത്രമല്ല, പ്രവർത്തന സംഘടനാപരമായിട്ട് പാർട്ടിയുടെ മുകൾ തട്ടിൽ തൊട്ട് താഴോട്ട് നടക്കുന്ന തെറ്റായ പ്രവണതകൾ, കമ്മ്യൂണിസ്റ്റ് പരമല്ലാത്ത ചില രീതികൾ, ആ രീതികൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ചെറുപ്പക്കാർക്ക്, അല്ലെങ്കിൽ പുതിയ ആളുകൾക്ക്, സജീവ പ്രവർത്തകർക്ക്. കഴിഞ്ഞ ദിവസം സ്ത്രീ കൊല്ലത്ത് സ്മൃതി, ലോക്കൽ കമ്മിറ്റിയുടെ പേരെന്താണ്, കുലശേഖരപുരം അല്ലെ, കുലശേഖരപുരം. അവിടെ രാത്രിയിൽ 10-11 മണിക്ക് കുലശേഖരപുരം അവിടെ ഉണ്ടായ സംഘർഷം രാത്രി 10-11 മണിയായിട്ടുണ്ട്. അവര് പറയുകയാണ് എന്റേതൊരു രക്തസാക്ഷി കുടുംബമാണ്, ഇത് NS-ന്റെ നാടാ, N. ശ്രീധരനെ കുറിച്ചാ, NS-ന്റെ നാടാണിത്, ഇവിടെ ഈ പണി നടക്കത്തില്ല. ഇവിടെ ഞങ്ങളൊരു കൊലപാതകി, ഒരു കൊലക്കേസിൽ പ്രതി, ഇവിടെ ഞങ്ങളുടെ നേതാവായാലും ഞങ്ങൾ അംഗീകരിക്കും പാർട്ടി പറഞ്ഞാൽ. പക്ഷെ ഈ പെണ്ണുപിടിയന്മാരെ ഞങ്ങൾ അംഗീകരിക്കില്ല. അവര് പറയുകയാണ് എന്നെ വേണമെങ്കിൽ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും എന്ന് പറയുകയാ. ഇതൊരു ചെറിയ കാര്യമല്ല. CPM-ന്റെ നേതൃത്വം വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ്. അങ്ങനെ പിരിച്ചുവിടലാണോ അതിന്റെ പരിഹാരം? തെറ്റായ പ്രവണത അംഗീകരിക്കില്ല എന്ന് പറയുന്നു. ഞാൻ ഒന്ന് BJP പ്രതിനിധി പോയ ശേഷം ശ്രീ NP ചെക്കുട്ടിയിലേക്ക്. സ്മൃതി, നമ്മൾ ശ്രീ K. സോമൻ, ഇപ്പോൾ അല്ലല്ല, ഞാൻ ഒന്ന് BJP പ്രതിനിധിയിലേക്ക്. ശ്രീ K. സോമൻ, ഇപ്പോൾ ബിപിനെ നിങ്ങൾ BJP-യിലേക്ക് എടുത്തിരിക്കുന്നു. ഒരു ഓഫറും ഇല്ലാതെയാണ് BJP-യിൽ ചേരുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ നൽകിയ പരാതി, അതിപ്പോൾ കോടതിയിൽ കേസ് നിൽക്കുന്നു. അപ്പുറത്ത് പാർട്ടിക്ക് നൽകിയ പരാതി എന്ന് പറയുന്ന പരസ്ത്രീ ബന്ധം, ആഭിചാരക്രിയ അടക്കമുള്ള കാര്യങ്ങൾ ഭാര്യ നൽകിയ പരാതിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു യുവ നേതാവിനെ BJP-യിൽ കൊണ്ടുവരുന്നതുകൊണ്ട് BJP-ക്ക് എന്താണ് നേട്ടം? സ്മൃതി, ഇതിൽ BJP-യുടെ നേട്ടം എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം, അത് കാലം തെളിയിക്കട്ടെ. ഈ ചർച്ചയിൽ ഇടതുപക്ഷ സഹയാത്രികനായി പങ്കെടുക്കുന്ന ബഹുമാനനായ വ്യക്തി ആലപ്പുഴയിലെ സ്പന്ദനങ്ങൾ കൃത്യമായി അറിയുന്ന ആളാണ്. ജയചന്ദ്രൻ മാസ്റ്റർ. ജയചന്ദ്രൻ സാറിന് നല്ലതുപോലെ ആലപ്പുഴയെ സംബന്ധിച്ച് അറിയാം. അദ്ദേഹം G. സുധാകരൻ സാറിനെ പരാമർശിച്ചുകൊണ്ടാണ് ഈ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം ആദ്യം നടത്തിയത്. എന്താണ് G. സുധാകരൻ ആലപ്പുഴയിൽ തുറന്നു പറഞ്ഞത്? ആലപ്പുഴയിൽ G. സുധാകരൻ പറഞ്ഞത്, ആലപ്പുഴക്കാരായിട്ടുള്ള ഞങ്ങൾക്കറിയാം, കേരളത്തിലെല്ലാവർക്കും അറിയാവുന്നേ, പ്രായത്തിന്റെ പരിധി വെച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്തുന്നത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ബഹുമാനനായ G. സുധാകരനാണ്. 2, എന്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞത് ബഹുമാനനായ G. സുധാകരനാണ്. 3, കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിമാർ, വിശേഷിച്ച് CPM മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്ന് പറഞ്ഞത് ബഹുമാനനായ G. സുധാകരനാണ്. ആലപ്പുഴയിലെ CPM-ൽ പൊളിറ്റിക്കൽ ക്രിമിനൽ ഉണ്ട് എന്ന് പറഞ്ഞത് ബഹുമാനനായ G. സുധാകരനാണ്. ഇത്
കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ജയേന്ദ്രൻ സാറ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം അദ്ദേഹത്തിന് ആലപ്പുഴയുമായി നല്ല ഹൃദയബന്ധമുണ്ട്, നല്ല വ്യക്തിബന്ധമുണ്ട്. സ്മൃതി, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു ദിവസം കൊണ്ട് CPM-ൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ള ഒരു കൊട്ടാര വിപ്ലവമല്ല. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇത് പുന്നപ്പറയുടെ നാടാണ്, ഇത് വയലാറിൻ്റെ നാടാണ്, ഇത് മേനാശ്ശേരിയിലെ സമരഭൂമി ഉൾപ്പെടുന്ന നാടാണ്. ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായിട്ടുള്ള P. കൃഷ്ണപിള്ളയുടെ സ്മാരകം തീയിട്ട് നശിപ്പിക്കുകയും തകർക്കപ്പെടുകയും ചെയ്തിട്ട് ആ വിപ്ലവത്തിന്റെ മാതൃകാ പുരുഷനായ P. കൃഷ്ണപിള്ളയോട് നീതി പുലർത്താൻ CPM-ന്റെ നേതൃത്വത്തിന് സാധിച്ചോ എന്ന ചോദ്യം സഖാക്കന്മാർ ചോദിക്കുകയാണ്. അതിൽ പിടിക്കപ്പെട്ടത് CPM അനുഭാവികളും അനുയായികളുമായിരുന്നു എന്നുള്ളത് നാം കണ്ടതാണ്. കഴിഞ്ഞ ദിവസം അരൂരില് കരുനാഗപ്പള്ളിയിലെ കാര്യം ഇവിടെ ചർച്ച ചെയ്തല്ലോ. അരൂരിൽ ഏരിയ സമ്മേളനത്തിൽ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കെതിരായി വന്നിട്ടുള്ള പ്രതിപാദ്യം എന്തായിരുന്നു, ആരോപണങ്ങൾ എന്തായിരുന്നു, വിമർശനങ്ങൾ എന്തായിരുന്നു? അവർക്ക് കിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ സഖാക്കന്മാരുടെ, സംസ്ഥാന നേതാക്കന്മാരുടെ, ജില്ലാ നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുന്നു എന്നെല്ലാമുള്ള വിമർശനം ഉയർന്നതിന് ശേഷം ആത്മരോക്ഷത്തോടെ സമ്മേളന പ്രതിനിധികൾ പറയുകയാണ്, ഞങ്ങളുടെ കൈവശം തോക്കുണ്ടായിരുന്നെങ്കിൽ ആ തോക്കെടുത്ത് ഈ നേതാക്കന്മാർക്കെതിരെ വെടിവെക്കുമായിരുന്നു എന്ന് പറഞ്ഞത് അരൂരിലെ CPM-ന്റെ സമ്മേളന പ്രതിനിധികളാണ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ CPM മാർക്സിസം എന്ന ലൈൻ മാറ്റി അധികാര രാഷ്ട്രീയത്തിന്റെ അപ്രമാദിത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ തീവ്രവാദ സംഘടനകൾക്ക്, മതവർഗീയ സംഘടനകൾക്ക് കീഴടങ്ങിക്കൊണ്ട് അതിനെ ചോദ്യം ചെയ്യുന്ന സംഘടന പ്രവർത്തകന്മാരെ ഭീഷണിപ്പെടുത്തുകയും അവരെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ആലപ്പുഴയിലെ ഓരോ പ്രദേശങ്ങൾ എടുത്തു നോക്കൂ. കരുനാഗപ്പള്ളിയിൽ ഇന്ന് ബഹുമാനപ്പെട്ട CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ വന്നിരുന്ന് ഏരിയ കമ്മിറ്റി യോഗം ചേർന്നിട്ട് അവിടെ ഒരു ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ കഴിഞ്ഞോ എന്ന ചോദ്യം ഞാൻ ഈ ചർച്ചയിൽ ജയേന്ദ്രൻ മാസ്റ്ററോട് ചോദിക്കുകയാണ്. ഒരു ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ കഴിയാതെ പോയി എന്ന് മാത്രമല്ല, അവിടെ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ, ബഹുമാനനായ സോമപ്രസാദിനെയും രാജഗോപാലിനെയും മുറിയിൽ പൂട്ടിയിട്ട സഖാക്കന്മാർക്കെതിരായി എന്ത് ചെയ്തു എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ശ്രീ കെ സോമൻ, CPM-നകത്തെ ഭിന്നതകളെ കുറിച്ച് താങ്കൾ വാചാലനാകുന്നുണ്ട്. താങ്കൾ ഇപ്പോൾ G. സുധാകരനെ പറ്റിയും നല്ല വാക്കുകൾ പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് BJP-യിലേക്ക് കിട്ടിയിരിക്കുന്ന ബിപിനെ പോലൊരു നേതാവാണ്. ആ നേതാവാകട്ടെ ആരോപണ വിധേയനുമാണ്. അപ്പോൾ കാത്തിരുന്ന് കാണാമെന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു CPM-ൽ നിന്ന് ഈ പറഞ്ഞ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെയൊന്നും BJP-ക്ക് കിട്ടിയിട്ടില്ല. സ്മൃതി, ബിപിന്റെ വ്യക്തിപരമായ പ്രശ്നത്തെ സംബന്ധിച്ച് അത് കോടതിയിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം തന്നെ തീർച്ചയായിട്ടും ബിപിൻ അതിന് മറുപടി പറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ആ കാര്യം കൂടുതലായി വിവരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. CPM-ൽ നിന്നാൽ ഞാൻ കാര്യം ചോദിക്കട്ടെ, കേസുകളൊക്കെ പലർക്കും ഉണ്ടാകും കെ സോമൻ. പക്ഷേ പാർട്ടിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ കൊടുത്ത പരാതിയുടെ വിവരങ്ങളാണല്ലോ പുറത്തു വന്നിരിക്കുന്നത്. ആഭിചാരക്രിയയും ഈ പറഞ്ഞ താങ്കളിപ്പോൾ പാർട്ടിയിൽ വന്നിരിക്കുന്ന അപജയങ്ങളായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളടക്കം ബാധിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ പറ്റി അറിയുന്നത്. അങ്ങനെ 6 മാസം സസ്പെൻഷനിലും കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെയൊരു നേതാവിനെയാണ് BJP-ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സന്ദീപ് വാര്യർക്ക് പകരമായ ഒരു നേതാവായിട്ടൊക്കെയാണോ ബിപിനെ നിങ്ങൾ പ്രതിഷ്ഠിക്കുന്നത്? അല്ല, അങ്ങനെ ഒരു നേതാവിനെ കുറിച്ച് ഇപ്പോൾ CPM പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സംസ്ഥാന സാംസ്കാരിക മന്ത്രി, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എന്തിനാ പോയത്? അങ്ങനെയുള്ള ഒരു നേതാവുമായി ചർച്ച ചെയ്യാൻ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം എന്തിനാണ് പോയത്? അപ്പോഴൊന്നും ഈ പറയുന്ന പോരായ്മകൾ ബിപിൻ സി ബാബുവിന് ഉണ്ടായിരുന്നില്ല എന്നാണോ CPM പറയുന്നത്? ഇത് ഇങ്ങനെയൊന്നും മറച്ചുവെക്കാൻ സാധ്യമല്ല എന്നേ. പക്ഷേ ബിപിൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം പാർട്ടി സെക്രട്ടറിക്ക് 3 തവണ പരാതി കൊടുത്തു, 3 തവണ കാണാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിൽ നിന്നും അനുകൂലമായ പ്രതികരണം ഉണ്ടായില്ല എന്നാണ്. അല്ലാതെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ പാർട്ടി ശ്രമിച്ചു എന്നല്ല നമുക്ക് ലഭിച്ച വിവരം. ബിപിൻ തന്നെ പറഞ്ഞത് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ മാതാവിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, ജില്ലാ നേതൃത്വമൊക്കെ നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത എൻ്റെ കൈവശമുണ്ട്.
ആ ശ്രമങ്ങൾ നടന്നത് തന്നെയാണ്. ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും അന്ന് പരിഗണിക്കാതെയാണോ ഈ ചർച്ചയ്ക്ക് പോയത് എന്ന ചോദ്യം പ്രസക്തമാണെന്നേ. അദ്ദേഹത്തിന്റെ അമ്മ ഈ ഇപ്പോഴും ജില്ലയിൽ പാർട്ടിയിലുണ്ടല്ലോ. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയ ജനപ്രതിനിധികളടക്കമുണ്ടായിരുന്നു. അത് കേട്ടില്ല. അദ്ദേഹത്തിന്റെ അമ്മ ഇപ്പോഴും CPM നേതാവായി തന്നെ നിൽക്കുന്നു. അതെ, തീർച്ചയായിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആലപ്പുഴയിലെ കായംകുളം ഏരിയ കമ്മിറ്റിയിൽ പൊട്ടിപ്പുറപ്പെടുന്നത്. അന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിച്ച കൂട്ടത്തിൽ വിപിനുമായിട്ടും സംസാരിച്ചിട്ടുണ്ടല്ലോ CPM-ന്റെ നേതൃത്വം. ഇവിടെ ഇപ്പോൾ പ്രസക്തമായി ആലപ്പുഴയിലും കരുനാഗപ്പള്ളിയിലും ഒക്കെ ഉയർന്നു വരുന്ന വിഷയം എന്താണെന്നേ, ആലപ്പുഴയിലെ ദേവികുളങ്ങരയിൽ ഇവർക്കൊരു LC സമ്മേളനം മാന്യമായി നടത്തി ഒരു LC കമ്മിറ്റിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ലാന്നേ. ആലപ്പുഴയിലെ കായംകുളത്ത് ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ആളിനോട്, മുൻ മുനിസിപ്പൽ ചെയർമാൻ കൂടിയാണ് അദ്ദേഹത്തോടെ പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറയുന്നു. കുട്ടനാട്ടിൽ CPM-ന്റെ തട്ടകമെന്ന് പറയുന്ന CS അച്യുതാനന്ദന്റെയൊക്കെ പ്രവർത്തനത്തിന്റെ തുടക്കമുള്ള കുട്ടനാട്ടിൽ വലിയ തോതിൽ കൊഴിഞ്ഞുപോക്കുണ്ടാകുകയാണ്. വലിയ പ്രതീക്ഷയോടെ BJP കാണുന്നുണ്ട്. വിപിൻ പറയുന്നു 3 മാസത്തിനകം ഒരുപാട് പേർ ആലപ്പുഴയിലെ കൊഴിഞ്ഞുപോക്ക് ഒരുപാട് പേർ BJP-യിലേക്ക് എത്തും, അങ്ങനെ എത്തിക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കാൻ പോകുന്നതെന്ന സൂചനയും അദ്ദേഹം നൽകി. ശ്രീ NP ചെക്കുട്ടി, CPM-ലെ മുൻകാല വിഭാഗീയതയും ഇപ്പോഴത്തെ വിഭാഗീയതയും താങ്കൾ എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത്? ഇപ്പോൾ പാലക്കാട്, കരുനാഗപ്പള്ളി, അതോടൊപ്പം പാലക്കാട് നിന്ന് വിഭാഗീയത എന്ന് പറയുമ്പോൾ സമാന്തര സമ്മേളനത്തിൽ 7 ബ്രാഞ്ച് സെക്രട്ടറികൾ തന്നെ പങ്കെടുത്ത സമാന്തര സമ്മേളനം അവിടെ ലോക്കൽ സമ്മേളനം നടക്കുന്ന സമയത്ത് നടന്നിരിക്കുന്നു. ഈ രൂപത്തിൽ പലയിടത്തുനിന്നായി വിഭാഗീയയുടെ വാർത്തകൾ വരികയാണ്. ആലപ്പുഴയിലെ വാർത്ത വരുന്നു. ഇപ്പോൾ തിരുവല്ലയിൽ ഐസക്കിന് വോട്ട് ചെയ്യരുത് എന്ന നേതാക്കൾ നിർദ്ദേശം നൽകി എന്നടക്കമുള്ള വിവരങ്ങൾ, അവിടെ ലോക്കൽ സമ്മേളനം നടത്താനാകുന്നില്ല. അപ്പോൾ വിവിധ ജില്ലകളിൽ നിന്നും സമാനമായ വിവരങ്ങൾ വരുമ്പോൾ അവിടെയൊക്കെ പ്രാദേശികമായ വിഷയങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതൊന്നും CPM രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല എന്നും കാണാം. താങ്കൾ എങ്ങനെയാണ് അതിനെ താരതമ്യം ചെയ്യുന്നത്? അല്ല, പ്രാഥമികമായി നോക്കിയാൽ അല്ലെങ്കിൽ പെരിഫറൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ പഴയകാല രാഷ്ട്രീയ തർക്കങ്ങളും ഇന്നത്തെ പ്രശ്നങ്ങളും തമ്മിലൊരു ഭിന്നതയുണ്ടെന്ന് തോന്നും. കാരണം മുമ്പ് ഐഡിയോളജിക്കലായിട്ടുള്ള വിഷയങ്ങൾ, വർഗീയതയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പൊളിറ്റിക്കൽ പൊസിഷനിങ്ങിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഒക്കെ ആയിരുന്നു ലീഡർഷിപ്പ് തലത്തിലുള്ള തർക്കങ്ങൾക്ക് ആധാരമായി. പക്ഷെ അന്നും താഴോട്ട് വരുന്ന സമയത്ത് ഈ പാർട്ടിയെ പിടിച്ചെടുക്കാനും പാർട്ടിയിലെ എതിരാളികളെ പുറത്തു കളയാനുമുള്ള നീക്കങ്ങൾ തന്നെയാണ് നടത്തിയത്. കാരണം കഴിഞ്ഞ 20 വർഷത്തെ നമ്മുടെ അനുഭവം നോക്കിയാൽ VS അച്യുതാനന്ദനും പിണറായി വിജയൻ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുമ്പോഴും താഴെ തട്ടിൽ വളരെ റൂത്ത്ലെസ് ആയിട്ട് അധികാരത്തിലുള്ള സെക്രട്ടറിയോട് വിയോജിക്കുന്ന അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ആളുകളോട് വിയോജിക്കുന്ന ഓരോരുത്തരെയും നിരന്തരമായിട്ട് പുറത്താക്കുകയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പത്രപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, സൈദ്ധാന്തികമായിട്ട് നല്ല ജ്ഞാനമുള്ള ആളുകൾ, എഴുത്തുകാരായിട്ടുള്ള ആളുകൾ, എത്ര സാംസ്കാരിക പ്രവർത്തകർ, ഇവരൊക്കെ പാർട്ടി സംവിധാനത്തിൽ നിന്ന് പുറത്ത് കളഞ്ഞതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പാർട്ടിയെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള, പാർട്ടിക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള സൈദ്ധാന്തികവും രാഷ്ട്രീയവും ചിന്താപരവുമായിട്ടുള്ള പ്രവർത്തന രംഗങ്ങളിലുള്ള ആളുകളെ പോലും പുറത്ത് കളയാം. അപ്പോൾ അത് അന്നും നടന്നിട്ടുണ്ട്, ഇപ്പോൾ അതാണ് നടക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രാദേശിക തലത്തിൽ നടക്കുന്ന ഈ സംഘർഷങ്ങളുടെയൊക്കെ പ്രശ്നം, കാരണം പ്രാദേശിക തലത്തിൽ നിന്ന് ഉയർന്ന തലത്തിലേക്ക് സമ്മേളനങ്ങൾ എത്തിയിട്ടില്ല. ഇപ്പോൾ ഏരിയ തലത്തിലേക്ക് പോലും സമ്മേളനങ്ങൾ എത്തി വരുന്നതേ ഉള്ളൂ. ലോക്കൽ സമ്മേളനങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് ലോക്കൽ തലത്തിലാണ് ഈ തർക്കങ്ങൾ നമ്മൾ കാണുന്നത്. പക്ഷേ ഏരിയ തലത്തിൽ വരും ഏരിയ തലത്തിലേക്കും, ജില്ലാ തലത്തിൽ ജില്ലാ തലത്തിലേക്കും, സംസ്ഥാന തലത്തിലെത്തുമ്പോൾ സംസ്ഥാന തലത്തിലേക്കും ഈ തർക്കങ്ങൾ വ്യാപിക്കും. മുൻകാലങ്ങളിലായാലും ലോക്കൽ സമ്മേളനങ്ങളായാലും രണ്ട് വിഭാഗങ്ങളിൽ പെടുന്നവരായിരുന്നല്ലോ, ഒന്നുകിൽ VS പക്ഷം അല്ലെങ്കിൽ പിണറായി പക്ഷം. ഈ പക്ഷങ്ങളിൽ പിടിച്ചുകൊണ്ട് പിന്നീട് അവിടുത്തെ പ്രാദേശിക വിഷയങ്ങളും വരുന്നുണ്ടാകാം. അങ്ങനെയായിരുന്നു. തലപ്പത്ത് 2 നേതാക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. ഈ പാർട്ടിയിലെ അടിത്തറയിൽ നടക്കുന്ന ഈ പാർട്ടിയുടെ അടിത്തറയിൽ നടക്കുന്ന പ്രവണതകളെ അത് വിശാലമായി നോക്കിയാൽ പാർട്ടിയിൽ ഇന്ന് നിലനിൽക്കുന്ന അധികാര ശക്തികളും അതിനോട് വിയോജിപ്പുള്ള ആളുകളും എന്ന് ഒരു ബ്രോഡായിട്ടുള്ള ഡിവിഷൻ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നത്. ഇതിനിൽ വിയോജിപ്പുള്ള ആളുകൾ, നിലനിൽക്കുന്ന സംഗതികളെക്കുറിച്ച് എതിർപ്പുള്ള ആൾ, അതുകൊണ്ടാണ് പാർട്ടിക്കകത്ത് അഴിമതി അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് വ്യക്തിഗതമായിട്ടുള്ള ദോഷങ്ങൾ, പിന്നെ നേതാക്കന്മാരുടെ അഴിമതി, അവരുടെ വ്യക്തിദോഷങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ റെസിസ്റ്റൻസ് വരുന്നത് പാർട്ടി ഇങ്ങനെയല്ല, ഇതല്ല പാർട്ടിയെ സംബന്ധിച്ചുള്ള
വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് വിഷൻ, വ്യത്യസ്തമായ ഒരു അഭിപ്രായം അത് താഴെയുള്ള ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകർക്കിടയിലും ഉണ്ട്. അവരത് റേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന സംവിധാനത്തോട് എതിർപ്പുള്ള ഒരു വിഭാഗമുണ്ട്. ഈ എതിർപ്പിനെ ക്രിസ്റ്റലൈസ് ചെയ്യുന്ന, ഈ എതിർപ്പിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന, ഈ എതിർപ്പിന് യഥാർത്ഥത്തിലുള്ള ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾ, ഇനിയുള്ള ആളുകൾ ഉയർന്നു വരും. കാരണം അത്തരത്തിലുള്ള നേതാക്കന്മാർ ആ പാർട്ടിയിലുണ്ട്. ഉദാഹരണത്തിന് ജി സുധാകരൻ മുതൽ ഇ.പി. ജയരാജൻ വരെ നിരവധി ആളുകൾ ഇന്ന് ഈ പാർട്ടിയിൽ പല കാരണങ്ങളാൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അവരൊക്കെ വളരെ ശക്തരായിട്ടുള്ള നേതാക്കളാണ്. അപ്പോൾ ആ നിലയിൽ നോക്കി കഴിഞ്ഞാൽ സംസ്ഥാന സമ്മേളനമാകുമ്പോഴേക്കും വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡിവിഷൻ പാർട്ടി സംവിധാനത്തിനകത്ത് വരും. നിലനിൽക്കുന്ന അധികാരത്തിലായാലും പാർട്ടിയിലായാലും അധികാരത്തിലായാലും ഇന്ന് നിലനിൽക്കുന്ന ലീഡർഷിപ്പിനോട്, അവരുടെ സമീപനങ്ങളോട്, അവരുടെ പ്രവർത്തനങ്ങളോട്, അവർ ഉൽപ്പാദിപ്പിക്കുന്ന അവരുടേതായിട്ട് ഒരു വൈതാളിക സംഘം, പാർട്ടി സംഘം എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു തരം വൈതാളിക സംഘമാണ്. അത് മിക്കവാറും പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കമ്മിറ്റികളിലും ഇതുണ്ട്, എല്ലാ സ്ഥാപനങ്ങളിലും ഇതുണ്ട്, എല്ലാ സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഇതുണ്ട്. അത് വളരെ വ്യാപകമായി വന്നിരിക്കുകയാണ്. അതിനോടുള്ള വിയോജിപ്പ് കുറെ കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ഒരു നിലപാട് അതെടുക്കുന്ന ആളുകൾ വേറെയുണ്ട്. അപ്പം അതുകൊണ്ട് അധികം വൈകാതെ ഈ വ്യത്യസ്തമായിട്ടുള്ള ഭിന്നതകൾ, ഈ ഭിന്നമായ നിലപാടുകൾ, ഈ തർക്കങ്ങൾ കുറെ കൂടി ക്രിസ്റ്റലൈസ്ഡ് ആയിട്ട് ചെയ്തു വരും. ഒന്ന് രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പായിട്ട് അത് വളർന്നു വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ സമ്മേളനം പോലും ചേരാൻ പറ്റാത്ത വിധത്തിൽ പലയിടത്തും പ്രശ്നങ്ങൾ നടക്കുന്നു. അത് ലോക്കൽ സമ്മേളനങ്ങൾ, ഇപ്പോൾ ലോക്കൽ സെക്രട്ടറിക്കെതിരെ, കൊല്ലത്ത് ലോക്കൽ സെക്രട്ടറിക്കെതിരായ ആരോപണമാണ്. അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ പരസ്യ പ്രതികരണത്തിലേക്ക് സ്ത്രീകളടക്കം വരുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിനൊരു പരിഹാരം കണ്ടിരിക്കുന്നത്? ആ ലോക്കൽ കമ്മിറ്റി അങ്ങ് പിരിച്ചുവിടുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് പുറത്ത് ആരോപണം ഉന്നയിച്ചത്, പുറത്ത് പറയേണ്ട പാർട്ടി രീതിയല്ല എന്ന് പറയാം, പക്ഷേ അങ്ങനെ ഉന്നയിച്ചവർ ഒരു ന്യായത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അവരെ അടക്കം ഒഴിവാക്കിക്കൊണ്ട് ഇനി ഭാവിയിൽ ഇതിങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത്. പിന്നീട് ഈ ആരോപണ വിധേയം തന്നെ പിന്നീട് തലപ്പത്തേക്ക് വരുന്നതാണ് പലയിടത്തെയും കാഴ്ച. ഇപ്പോൾ പി കെ ശശിയുടെ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു പാർട്ടിയിലെ തന്നെ ഒരു വനിത നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് ആദ്യം അല്പം മാറ്റി നിർത്തി, അത് കഴിഞ്ഞ് അദ്ദേഹം എവിടേക്ക് എത്തി? ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തി, അല്ലേ? ഇപ്പോഴാണ് പി കെ ശശിയെ വീണ്ടും താഴ്ത്തി ബ്രാഞ്ചിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പോഴും അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ചുമതലയിൽ തുടരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് പല ജില്ലകളിലെയും നമ്മൾ പരിശോധിച്ചാൽ അതിനൊരു സ്ഥിരം രീതി, ഒരു പാറ്റേൺ ഉണ്ട്. അല്ല, അത് തന്നെയാണ് സ്മൃതി ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത്. അതായത് ഇന്ന് പാർട്ടിയിൽ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ, ഇന്ന് അധികാരത്തിലിരിക്കുന്ന ആളുകൾ, കേരളത്തെ ഭരിക്കുന്ന ആളുകൾ, പാർട്ടിയെ ഭരിക്കുന്ന ആളുകൾ, ഈ രണ്ട് വിഭാഗങ്ങളും ഒന്ന് തന്നെയാണ്. അവർ പാർട്ടിയെ നയിക്കുന്ന രീതിയോട്, അവർ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവന്ന രീതിയോട്, അവർ പാർട്ടിയിൽ നടത്തുന്ന ഇടപെടലുകളെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് താഴെത്തട്ടിലുണ്ട്, നേതൃത്വ തലത്തിലുണ്ട്. നേതൃത്വ തലത്തിലുള്ള ആളുകൾ അത് പരസ്യമായിട്ട് പറയാൻ ഇപ്പം മടി കാണിക്കുന്നുണ്ടാവും. പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ഭിന്നതകൾ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് താഴെ തട്ടിൽ ഇപ്പോൾ സമ്മേളനം നടക്കുമ്പോൾ സമ്മേളനം നടത്താൻ കഴിയാത്ത വരുന്നത്. സമ്മേളനത്തിന് ആളുകൾ പിരിച്ചുവിട്ടുകൊണ്ട് നമുക്ക് തലവേദന വന്നാൽ തലവെട്ടി കളയുന്ന മാതിരിയാണ് അവരൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ തലവെട്ടി കഴിഞ്ഞാൽ തലയങ്ങ് പോകുന്നു മാത്രമേ ഉള്ളൂ. ആളുകൾ BJP-യിലോ കോൺഗ്രസിലോ ഒക്കെ പോയി ചെന്ന് ചാടും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ പാർട്ടിയിൽ ആഭ്യന്തര ജനാധിപത്യം പുനഃസ്ഥാപിക്കണം. പക്ഷേ ഇന്ന് CPM-നകത്തില്ലാത്തത് ഈ ആഭ്യന്തര ജനാധിപത്യം എന്ന് പറയുന്ന പ്രക്രിയയാണ്. വിമർശനം വേണം, അതേപോലെ തന്നെ സ്വയം വിമർശനവും വേണം. അതൊന്ന് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന ലീഡർഷിപ്പിന് അതില്ല. പാർട്ടിയുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് പാർട്ടിക്കകത്ത് അവർക്ക് ഒരു ക്രെഡിബിലിറ്റി ഉള്ള ലീഡർഷിപ്പായിട്ട് ഉയർന്നു വരാൻ കഴിയുന്നില്ല. ഇതാണ് ഇന്നത്തെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ഇനിയുള്ള നാളുകളിൽ കൂടുതൽ ശക്തമായിട്ട്, കൂടുതൽ ഗുരുതരമായിട്ട് ഒരു വലിയ ഭിന്നിപ്പിലേക്ക്, ഒരു പൊട്ടിത്തെറിയിലേക്ക് പാർട്ടിയെ നയിക്കും. അതെങ്ങനെ അവസാനിക്കും എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ഗുരുതരമായൊരു പ്രതിസന്ധിയിലേക്ക് പാർട്ടി പോവുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ ഇന്ന് ഈ പാർട്ടിയെ നയിക്കുന്ന അവസരവാദവും വ്യക്തി താല്പര്യങ്ങളും മുന്നിൽ വയ്ക്കുന്ന ആളുകളാണ്. കണ്ണൂർ മുതൽ ഇത് കാണാം. കണ്ണൂർ മുതൽ എന്താ ഭീകരമായിട്ടുള്ള വിഷയങ്ങളാണ് കണ്ണൂർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ അടക്കമുള്ള വിവിധ ജില്ലകളിൽ, പാർട്ടി ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകളിലൊക്കെ തന്നെ ഈ സ്ഥാപിത താല്പര്യങ്ങൾ പാർട്ടിയുടെ പൂർണ്ണമായ നിയന്ത്രണം കൈയടക്കി. ഞാനൊരു ഉദാഹരണം പറയാം. 70-കളിലും 80-കളിലും ഞങ്ങളുടെയൊക്കെ കാലത്ത് ഏറ്റവും നല്ല നേതാവായിരുന്നു, സമുന്നതനായ കർഷക തൊഴിലാളി നേതാവായിരുന്നു, MLA ആയിരുന്നു CKP പത്മനാഭൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു TV ചാനലോട് പറയുന്നത് ഞാൻ കേട്ടു, പാർട്ടി എന്ന് തകർത്ത് കളഞ്ഞു, എന്ന് ഞാൻ രോഗിയായി, ഞാനത് മരണത്തിൻ്റെ വക്കത്താണ്, അതിന് ഉത്തരവാദി പാർട്ടിയാണ്. ആ നിലയിൽ പാർട്ടിയുടെ ഏറ്റവും സമുന്നതരായിട്ടുള്ള പ്രവർത്തകർ, ഏറ്റവും സമുന്നതരായിട്ടുള്ള ഏറ്റവും ഉന്നതരായിട്ടുള്ള പ്രവർത്തകർ അവർ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു അവസ്ഥ. അദ്ദേഹത്തെ എല്ലാ കമ്മിറ്റികളിൽ നിന്നും ഇപ്പോൾ ഈ സമ്മേളന കാലയളവിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നു. അതിന് പറയുന്ന കാര്യവും അദ്ദേഹത്തിന്റെ അനാരോഗ്യം ആണ് എന്നുള്ളതാണ്. ശ്രീ M. ജയേന്ദ്രൻ, ഇപ്പോൾ CPM 3 വർഷം കൂടുമ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്നു, പാർട്ടി കോൺഗ്രസ് നടത്തുന്നു, പുതിയ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ നല്ല ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നാണ് നേതാക്കൾ പറയുന്നത്. പക്ഷേ മുകളിൽ നിന്ന് തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്ന് ഇപ്പോൾ ഈ സമ്മേളനം
സമ്മേളനങ്ങൾ തെളിയിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു ജനാധിപത്യം നിലനിൽക്കുന്ന പാർട്ടിയായി വിശേഷിപ്പിക്കാനാവുക? പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കുന്ന ഈ ചേരിതിരിവ്, അതിന്മേലെടുക്കുന്ന നടപടികളെ കാണുമ്പോൾ. ഒരുപാട് കാര്യങ്ങൾ CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ സ്മൃതി, ഈ ചർച്ചയിൽ എല്ലാവരും. അപ്പോൾ ചില കാര്യങ്ങൾക്കെങ്കിലും എനിക്കൊന്ന് പ്രതികരിക്കേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ ഈ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ലോക്കൽ കമ്മിറ്റികളാണല്ലോ സമ്മേളന പ്രശ്നമായത് മിനിഞ്ഞാന്ന്. കുലശേഖരപുരം നോർത്ത്, ഈ കുലശേഖരപുരം നോർത്തിൽ ആകെ ഉണ്ടായിരുന്നത് 72 പ്രതിനിധികളാണ്. ഈ 72 പ്രതിനിധികളിൽ അവർ ചേർന്ന് ലോക്കൽ കമ്മിറ്റിയെ 17-അംഗ ലോക്കൽ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഈ ലോക്കൽ പ്രതിനിധികളല്ല സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത്. ലോക്കൽ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത്. ആ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു. പിന്നീട് ഏരിയ സമ്മേളനത്തിലേക്കുള്ള പ്രതിനിധികളെയും തെരഞ്ഞെടുത്തു. അത്രയും കാര്യങ്ങൾ ചർച്ചകളൊക്കെ കഴിഞ്ഞ് സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു. അവിടെ വഴക്കും ബഹളമൊന്നും ഇല്ല. പിന്നീടാണ് സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ രാജഗോപാലിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് കഥ വെച്ചുന്ന വേറെ ഒരാൾ കുറ്റിയിടുന്നത്. അപ്പോൾ അവിടെ തർക്കം തുടങ്ങുന്നുണ്ട്. പക്ഷേ ഈ സമ്മേളന നടപടികൾ ഏതാണ്ട് പൂർത്തിയായ സമയത്താണ്. എന്നാൽ ഈ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി കീഴിലുള്ള കരുനാഗപ്പള്ളി വെസ്റ്റ്, ക്ലാപ്പന ഈസ്റ്റ്, മറ്റേ ആലപ്പാട് നോർത്ത്, സൗത്ത്, ഈ 3 ലോക്കൽ കമ്മിറ്റികളുടെ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തതാണ്. ബാക്കി 7 ഉണ്ട്. പക്ഷെ ഇന്നലെ മിനിഞ്ഞാന്നത്തെ സംഭവത്തിന് ശേഷം ഇന്നലെ എല്ലാ 10 ലോക്കൽ ഏരിയയിൽ നിന്നുമായിട്ട് കരുനാഗപ്പള്ളിയിൽ 19ഓളം പേരുടെ ഒരു പ്രകടനം നടക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്കാണ് ഗൗരവമായി പിന്നീട് പാർട്ടി അതിനെ ആ പ്രശ്നം എടുത്ത് ഇന്ന് ഗോവിന്ദമാഷ് വന്നതും കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ അറിഞ്ഞല്ലോ, നമുക്കെല്ലാവർക്കും അറിയുന്നതാണല്ലോ. അങ്ങനെ അത് പിരിച്ചുവിട്ടിട്ട് മുനിസിപ്പൽ ചെയർമാനും CPM-ന്റെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുമായ മനോഹരന്റെ നേതൃത്വത്തിൽ ഒരു 7-അംഗ അഡ്ഹോക് കമ്മിറ്റിയാണ് രൂപീകരിക്കുന്നത്. അഡ്ഹോക് കമ്മിറ്റി ഇനിയല്ല 10 അഡ്ഹോക് കമ്മിറ്റിയാണ് രൂപീകരിക്കുന്നത്. ആ അഡ്ഹോക് കമ്മിറ്റി ഈ ഏരിയയിലെ 10 ലോക്കൽ മേഖലയിലും ജനറൽ ബോഡി വിളിച്ചു കൂട്ടി കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നു. പിന്നെ നടപടികളിലേക്ക് പോകേണ്ട കാര്യങ്ങൾ അങ്ങനെ, സമവായമാണെങ്കിൽ അങ്ങനെ, അത്തരം കാര്യങ്ങളിലേക്ക് പോകും. പക്ഷേ ഈ അഡ്ഹോക് കമ്മിറ്റി ആയിരിക്കും സംസ്ഥാന സമ്മേളനം കഴിയുന്നതുവരെ അവിടെ പ്രവർത്തിക്കുക. ഇതാണ് തീരുമാനിച്ചത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെയാണല്ലോ ശ്രീ BJP നേതാവായിട്ട് ശ്രീ K. സോമൻ പറയുന്നത് ആലപ്പുഴയിലെ പ്രശ്നങ്ങൾ എന്താണ്. G. സുധാകരൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയിൽ ക്രിമിനലുകൾ ഉണ്ട് എന്ന് G. സുധാകരൻ പറഞ്ഞു. എത്ര മോശപ്പെട്ട ആക്ഷേപമാണ് ടവറിംഗ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള G. സുധാകരനെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ടല്ലോ. പറയാതെ പോകാൻ കഴിയില്ല. പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടില്ലേ? ഞാൻ പറയാമെന്ന് ഞാൻ പറയാമെന്ന് 2021 ഏപ്രിൽ 6 കഴിഞ്ഞ അസംബ്ലി പൊതു തെരഞ്ഞെടുപ്പ്. അതിനുശേഷം 2021 ഏപ്രിൽ 11 ആലപ്പുഴയിൽ G. സുധാകരൻ പറയുന്നത് ആലപ്പുഴയിലെ രാഷ്ട്രീയ പ്രവർത്തകരിൽ പൊളിറ്റിക്കൽ ക്രിമിനൽസ് ഉണ്ട്. അത് ഞങ്ങളുടെ പാർട്ടിയിൽ മാത്രമല്ല എല്ലാ പാർട്ടികളിലുമുണ്ട്. മറ്റൊരു കാര്യം, ഇത് ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും എല്ലാ പാർട്ടിയിലും പൊളിറ്റിക്കൽ ക്രിമിനൽസ് ഉണ്ട്. അത് BJP ഒഴിവാക്കിയിട്ടില്ല സുധാകരൻ, സ്വന്തം പാർട്ടിയെ ഒഴിവാക്കിയിട്ടില്ല, കോൺഗ്രസിനെ ഒഴിവാക്കിയിട്ടില്ല, മുഴുവൻ പാർട്ടികളെയും. എന്നിട്ടാണ് ഇവിടെ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയിൽ CPIM-ൽ പൊളിറ്റിക്കൽ ക്രിമിനൽസ് ഉണ്ടെന്ന് G. സുധാകരൻ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരു തർക്കത്തിൽ വാദിച്ച് ജയിക്കണമെങ്കിൽ ഇങ്ങനെ നമുക്ക് വസ്തുതാവിരുദ്ധമായി കാര്യങ്ങൾ പറയേണ്ടി വരുന്ന അവസ്ഥയിൽ, പ്രത്യേകിച്ചും K. സോമനെ പോലുള്ള ആദരണീയരായ ഒരു പിടി പ്രതികരണങ്ങളുണ്ടല്ലോ. ഒറ്റ പ്രതികരണം മാത്രമല്ലല്ലോ ഇപ്പോൾ G. സുധാകരനെ സമ്മേളനത്തിൽ പോലും ക്ഷണിക്കാത്ത രീതിയിലാക്കിയത് എങ്ങനെയാണ്? പാർട്ടിക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടാകാൻ കാരണം എന്താണ്? പല വിഷയങ്ങളല്ലേ ഇപ്പോൾ പ്രായവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. അദ്ദേഹം സൂചിപ്പിച്ചത് ശരിയാണ്. 75 വയസ്സ് ഒരു പ്രായപരിധിയാക്കി കൂടാ, ആരോഗ്യമുള്ളവർക്ക് പ്രവർത്തിക്കാം. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടോ? ജനറൽ സെക്രട്ടറിക്ക് പകരം ഇപ്പോൾ ആരാണ്? 75-കാരനായ കാരാട്ടിനെ അത് ചുമതല ഏൽപ്പിക്കേണ്ടി വന്നു. ബൃന്ദ കാരാട്ടിനും പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളിൽ അവരും 75 വയസ്സാണ്. PK ശ്രീമതി നല്ല ആരോഗ്യമുണ്ട്. 75 വയസ്സ് എന്ന് പറഞ്ഞാൽ അവരെ വീട്ടിലിരുത്താനാണോ പാർട്ടി തീരുമാനിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ്, അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പാർട്ടിയിൽ അദ്ദേഹത്തെ അനഭിമതനാക്കുന്നു
പോകുന്നു എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. നോക്കൂ, ഇപ്പോഴത്തെ വാർത്ത CPM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ തർക്കം, ഏരിയ സെക്രട്ടറി തെരഞ്ഞെടുപ്പിനെ ചൊല്ലി ഭിന്നത, അമ്പലപ്പുഴയ്ക്ക് പുറത്തുനിന്നുള്ള നേതാവിനെ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു, പേര് പിൻവലിച്ച് 2 അംഗങ്ങൾ രാജിമുഴക്കിയതോടെ എന്നടക്കമുള്ള വാർത്തകളാണ് ഇപ്പോൾ അമ്പലപ്പുഴയിൽ നിന്ന് വരുന്നത്. ഓരോ ദിവസവും ഈ തരത്തിൽ ഏരിയ സമ്മേളനങ്ങളിലെ തർക്കങ്ങൾ പല ഭാഗത്തു നിന്നായി വിഭാഗീയതയുടെ വിവരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ശ്രീ ജയേന്ദ്രൻ, ഞാൻ തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ സണ്ണിക്കുട്ടി, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇത്രയും പേര് പറഞ്ഞതിന് ശേഷം തിരിച്ചെത്തിയാൽ മതി. എനിക്ക് പൂർത്തിയാക്കണ്ടേ? ഇത്രയും പേര് പൂർത്തിയാക്കൂ. ഞാൻ ബ്രേക്ക് പോകേണ്ടതാണ്. എനിക്ക് പറയണ്ടേ ഇത് എന്തെങ്കിലും? പറയൂ. അല്ല, ഇത് ഈ CPM-ന്റെ സമ്മേളനങ്ങൾ 3 വർഷത്തിലൊരിക്കൽ ചേരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. CPM-ന് CPI-യുടെ ഈ 3 വർഷത്തിൽ ചേരുന്ന സമ്മേളനത്തിൽ ഈ സംഘടനാ സമ്മേളനങ്ങളിലാണ് ആ കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുക. അതിന്മേലാണ് ചർച്ചയും, ആ ചർച്ചയിലാണ് വിമർശനവും സ്വയം വിമർശനവും നടക്കുക. അത് ഉടനീളം നടക്കുന്ന പാർട്ടിയാണെന്ന് CPIM. അതുകൊണ്ട് തർക്കങ്ങളില്ലാത്ത പാർട്ടിയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വിയോജിപ്പുകൾ ഉന്നയിക്കുമ്പോഴാണല്ലോ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് പാർട്ടിക്ക് പോകാൻ കഴിയുക. അത് അപ്പോഴല്ലേ സണ്ണിക്കുട്ടി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് CPM ആൾക്കാരെ അയക്കാത്തത് ചർച്ചയ്ക്ക്? സണ്ണിക്കുട്ടി, ഞാൻ തിരിച്ചങ്ങോട്ടൊന്ന് ചോദിക്കട്ടെ. ഈ ഉയരുന്ന ഒരു വിഷയത്തിൽ പാർട്ടി ചർച്ച ചെയ്ത് നിലപാട് സ്വീകരിക്കാത്ത ഒരു കാര്യത്തിലും CPIM എന്നല്ല ഒരു പാർട്ടിയും ഒരു ചർച്ചയ്ക്കും ആൾക്കാർ വിടാറില്ല. ഈയിടെ BJP വിട്ടില്ലല്ലോ, നേരത്തെ കോൺഗ്രസ് വിട്ടില്ലല്ലോ. എന്താ കാര്യം? എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ പരിപാടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് പാർട്ടികൾ വിടാത്തത്. സ്വന്തം പാർട്ടികളെ പറ്റിയുള്ള വിമർശനത്തിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കാതിരിക്കുന്ന ഒരു രീതിയായിട്ടുണ്ട്, അതൊരു പ്രവണതയായിട്ടുണ്ട്. അത് സത്യമാണ്, CPM-ൽ മാത്രമല്ല. അതങ്ങനെ പറയണ്ടേ? അങ്ങനെ പറയണ്ടേ? അതിനെങ്ങനെ കാണാതെ CPM-നെ കുത്താനൊരു വടിയായിട്ട് ഉപയോഗിക്കും. ശ്രീ സണ്ണിക്കുട്ടി സർ കുറച്ചു കാലമായി ചർച്ചകളിൽ ഇല്ല, അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അത് കാണാതിരുന്നത്. കൊള്ളാം. അങ്ങനെ അദ്ദേഹം ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യാത്ത മനുഷ്യനല്ല. അക്കാര്യത്തിലൊക്കെ വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആൾ തന്നെയാണ് സണ്ണിക്കുട്ടി. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് പ്രശ്നങ്ങളില്ലാത്ത പാർട്ടിയൊന്നുമല്ല CPIM. അതിന്റെ അകത്ത് CPIM അങ്ങനെ അവകാശപ്പെട്ടിട്ടുമില്ല. പക്ഷേ ഇന്ന് ഗോവിന്ദമാഷ് പറഞ്ഞല്ലോ, കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന രീതിയിലേക്കുള്ള പാർട്ടി താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള നിലയിലേക്ക് പോകാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അതിനെ പിരിച്ചുവിടുന്നു എന്നിട്ടാണ് അഡ്ഹോക് സംവിധാനം ഏർപ്പെടുത്തിയത്. അതുകൊണ്ട് താഴെത്തട്ടിൽ മുഴുവൻ അസംതൃപ്തിയാണ് എന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെയല്ലല്ലോ. ഒരുപാട് കമ്മിറ്റികളിൽ ഒരുപാട് തർക്കങ്ങളും വിയോജിപ്പുകളും ഒക്കെ ഉണ്ടാവാറുണ്ടെന്നേ. അങ്ങനെ ഉണ്ടായില്ലേ പിന്നെന്ത് പാർട്ടി? അതിന് സുധാകരനെ പോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു ടവറിംഗ് പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കുന്നതാണ് എനിക്ക് വിയോജിപ്പ്. ഒരു ചെറിയ കാര്യം ചോദിക്കാൻ സമയം തരണം. ഒരു ഇടവേളയുടെ സമയം ആവുകയാണ്, പെട്ടെന്ന് ചോദിക്കാമോ? പറയൂ സർ, പെട്ടെന്ന്. ശരി, ഒറ്റ സെക്കൻഡ്. ജയചന്ദ്ര സാറേ, CPM-ന്റെ ചരിത്രത്തിൽ അതിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരെ മുറിയിൽ പൂട്ടിയിടുകയും അവർ സഞ്ചരിക്കുന്ന കാറിന്റെ മുൻപിലും പിറകിലും കിടക്കുകയും അത് പകർത്തുന്ന റിപ്പോർട്ടർ TV-യുടെ ക്യാമറാമാനോട് പരുഷമായി പെരുമാറുകയും ചെയ്യുന്നത് CPM-ന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് അങ്ങ് കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ കണ്ടിട്ടില്ല. അല്ല, അത് ശരി. ഞാൻ പറഞ്ഞു അവിടുത്തെ സംഭവം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. പ്രതികരണം എന്താണ് അതിനോട്? ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ സാർ, അത് ഞാൻ പറഞ്ഞല്ലോ. ശരി, ശ്രീ സണ്ണിക്കുട്ടിയിലേക്കാണ്. അവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ശരി, താങ്കളത് വിശദീകരിച്ചു. പക്ഷേ ഒരിടത്തെ പ്രശ്നമല്ല എന്നുള്ളതാണ്, സമാനമായ എല്ലായിടത്തും ഒരുപോലെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ശ്രീ സണ്ണിക്കുട്ടി, ഇപ്പോൾ ഈ പാർട്ടി സെക്രട്ടറി വിഷയം പരിഹരിക്കുന്നതിൽ എത്രത്തോളം വിജയിക്കുന്നുണ്ട് എന്നാണ് താങ്കൾ കരുതുന്നത്? കാരണം മുൻകാലങ്ങളിലെ പാർട്ടി സെക്രട്ടറിമാരുടെ ശൈലി നമ്മൾ കണ്ടിട്ടുണ്ട്. പിണറായി വിജയനാണെങ്കിൽ എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇത് അവസാന വാക്കാണ്. കോടിയേരിയുടേത് മറ്റൊരു ശൈലിയായിരുന്നു. ഇപ്പോൾ ആലപ്പുഴ സമ്മേളനത്തിൽ പിണറായി വിജയൻ പരസ്യമായി പ്രസംഗം നടത്തി, വിമർശിച്ചതിന് ശേഷം VS പോകുന്നു. VSനെ പിറ്റേ ദിവസം വീട്ടിൽ പോയി കണ്ട് ആശ്വസിപ്പിക്കുകയും അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട് കോടിയേരി. പക്ഷേ ഇപ്പോഴത്തെ ശ്രമങ്ങളെയും രീതികളെയും എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? സ്മൃതി, ഈ ചർച്ചയിൽ CPM പ്രതിനിധികളെ അയക്കാതിരുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞതിനോട് അതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയോ KPCC-യോ അല്ലെങ്കിൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയോ വർക്കിംഗ് കമ്മിറ്റിയോ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ മാത്രമാണ് ടെലിവിഷൻ ചർച്ചകളിൽ പാർട്ടി പ്രതികളെ അയക്കുന്നതെന്നുള്ള വാദം. അതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. ഞാൻ ഈ ജോലി കുറേ കാലമായിട്ട് ചെയ്യുന്നത് തന്നെയാണ്. പിന്നീട് ഇപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ CPM-ലെ സാഹചര്യങ്ങളിൽ സംസ്ഥാന സെക്രട്ടറിയുടെ ഇടപെടലുകൾ എത്രത്തോളം ഫലപ്പെടുന്നു എന്നുള്ളത്.
അതിപ്പം ഇടപെടലുകൾ തന്നെ നടക്കുന്നില്ലല്ലോ. സ്മൃതി ഓരോ സ്ഥലത്ത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇന്നലെ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ സംഭവിച്ചെങ്കിൽ ഇപ്പം സ്മൃതി പറഞ്ഞ കാര്യങ്ങൾ അമ്പലപ്പുഴയിൽ അവിടെ സംഘർഷമുണ്ടാകുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്? പുറത്തുനിന്ന് ഒരാളെ സെക്രട്ടറി ആക്കുന്നു. നേരത്തെയും CPM പുറത്തുനിന്നുള്ള ആളുകൾ സെക്രട്ടറിമാരാവാറുണ്ട് ജില്ലാ തലങ്ങളിലൊക്കെ. അതിനൊന്നും സംശയങ്ങളില്ല. ഇതിങ്ങനെ ഒരു തുടർ തല്ലുമാല പോലെ അതിങ്ങനെ കേരളത്തിൽ ഉടനീളം പടർന്നുകൊണ്ടിരിക്കുക. പാലക്കാട് നടത്തിയ ഒരു സമാന്തര സമ്മേളനത്തെ പറ്റി പറഞ്ഞല്ലോ. ഇതൊരു ഏകശില വിഗ്രഹമൊന്നുമല്ല ഈ പാർട്ടി. ഇതിന്റെ അടിയിൽ തട്ടിക്കഴിഞ്ഞാൽ, അടിയിൽ പൊടിഞ്ഞു തുടങ്ങിയാൽ, അടിയിലെ മണ്ണ് ചോർന്നു തുടങ്ങിയാൽ, ജയചന്ദ്ര താങ്കളാണല്ലോ ഇപ്പോൾ CPM ഇവിടെ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുക, ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ ഭിന്നത കൂടുതൽ രൂക്ഷമാകുമെന്ന് ചേക്കുട്ടി പറഞ്ഞു ജില്ലാ കമ്മിറ്റി വരുമ്പോൾ, അല്ലെങ്കിൽ ജില്ലാ സ്റ്റേറ്റ് സമ്മേളനങ്ങളിലേക്ക് വരുമ്പോൾ രൂക്ഷമാകുമെന്ന് പറഞ്ഞു. രൂക്ഷമാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഈ പാർട്ടി ഇല്ലാതാവാനല്ല, പാർട്ടി നശിക്കാനല്ല, പാർട്ടിയിലെ തിരുത്തലുകൾ വരുത്തിയിട്ട്, തിരുത്തൽവാദമല്ല, കറക്ഷൻസ് വരുത്തിയിട്ട് ഈ പാർട്ടി ശക്തമായിട്ട് നിൽക്കണം. അതിന് ഞാൻ കാണുന്ന ഒരു കാരണം, അങ്ങനെ പറയുന്നതിന്റെ കാരണം, CPM-ൽ നിന്ന് ചോർച്ചയുണ്ടാകുന്നത്, അല്ലെങ്കിൽ വോട്ടുകൾ ചോരുന്നത്, നേതാക്കൾ ചോരുന്നത്, അത് പോകുന്നത് BJP-യിലേക്കാണ്. ഒരു വല്ലാത്ത അപകടകരമായ ഒരു സാഹചര്യമാണ്. അത് തടയണമെങ്കിൽ ഈ പാർട്ടി ഇൻടാക്റ്റ് ആയിട്ട് ശക്തമായിട്ട് തന്നെ നിൽക്കണം. ഭിന്നത വളരട്ടെ, മുകൾ സമ്മേളനങ്ങളിലേക്കും ഈ ചർച്ചകൾ, അല്ലെങ്കിൽ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കട്ടെ, അതിനൊരു കറക്ഷൻ ഉണ്ടാവട്ടെ. അതാണ് വാസ്തവത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഈ പാർട്ടി സെക്രട്ടറിക്ക് എത്രത്തോളം ക്രിയാത്മകമായിട്ട് അല്ലെങ്കിൽ ഫലപ്രദമായ നടപടികൾ, തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് സംശയകരമാണ്. ഇത് ഒരു തുടർച്ചയായിട്ട് ഒരിടത്ത് തുടങ്ങി സംസ്ഥാനത്തുടനീളം താഴെത്തട്ടിൽ, ഇത് പണ്ടുള്ളതല്ല, ഇത് നേരത്തെ നേതാക്കളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ പാർട്ടി പിടിക്കാനുള്ള വിഭാഗീയത അല്ല. ഞാൻ ഒറ്റ വാചകത്തിൽ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ നാം ബ്രാഞ്ച് മുതൽ ഇപ്പോൾ ഏരിയ വരെ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർട്ടിയിലെ സംഘടനാപരമായ സർക്കാരിന്റെ ജീർണതയ്ക്കെതിരെയുള്ള റിവോൾട്ടാണ്. യാതൊരു സംശയവും വേണ്ട. ശ്രീ, ആ റിവോൾട്ടിനപ്പുറം BJP-യിലേക്ക് ആളുകളെ കിട്ടുമെന്നുള്ളതാണോ ശ്രീ സോമൻ പ്രതീക്ഷ? ഒരു ത്രിപുരയും ഒരു പശ്ചിമ ബംഗാളും ഒക്കെ ഏതെങ്കിലും തരത്തിൽ ആവർത്തിക്കുമെന്ന്? തീർച്ചയായിട്ടും സ്മൃതി, ഇത് ബംഗാളിൽ തുടങ്ങി ത്രിപുരയിൽ തുടർന്ന് കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നു. ആലപ്പുഴയിൽ അത് പാർട്ടിയുടെ സാധാരണക്കാരായിട്ടുള്ള സഖാക്കന്മാർ കൃത്യമായി നടപ്പാക്കി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ടാണ് തമ്മിലടിച്ച കരുനാഗപ്പള്ളിയിൽ അത്ഭുതകരമായ മുന്നേറ്റം BJP കൈവരിച്ചത്. പുന്നപ്പറയും വയലാറും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ BJPക്ക് മുന്നേറ്റം നൽകിയത് പരമ്പരാഗത BJP വോട്ടുകളല്ല എന്ന് ഞങ്ങൾക്ക് കൃത്യമായി തിരിച്ചറിവുണ്ട്. CPM നേതൃത്വത്തിന്റെ വഴിവിട്ട പോക്കിൽ പ്രതിഷേധമുള്ള ആത്മാർത്ഥതയുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരുടെ കുടുംബങ്ങളിൽ നിന്ന് BJPക്ക് ലഭിച്ച വോട്ടാണ്. അത് ബിപിൻ സി ബാബുവിന്റെ വരവോടെ കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് സ്ഥിരം പറയുന്നതാണ്. ഇന്നത്തെ CPM നാളത്തെ BJP എന്നതിലേക്ക് മാറുകയാണോ? അല്ല, അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ പൊസിഷൻ ഉണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ രാഷ്ട്രീയത്തെ കാണുന്നത് BJP കാണുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള. ബിപിൻ സി ബാബു എങ്ങനെയാണ് കാണുന്നത് എനിക്കറിയില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടിത്തറയുള്ള ആളുകൾ, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെക്കുറിച്ച് ധാരണയുള്ള ആളുകൾ BJP-യിലേക്കൊന്നും പോകാനൊന്നും ഒരു സാധ്യതയില്ല. തീർച്ചയായും വോട്ടുകൾ മറിക്കുന്നുണ്ടാവും. അതൊക്കെ അതാത് സമയത്ത് തന്ത്രപരമായി നടത്തുന്ന നീക്കങ്ങളാണ്. അതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പക്ഷേ CPM പ്രശ്നങ്ങൾ അല്ല, അവിടുത്തെ മറ്റൊരു സാഹചര്യമായിരുന്നു. ബംഗാൾ മാതിരി അല്ല സണ്ണിക്കുട്ടി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിലെ പാർട്ടിമാരി ഒരു ബ്രാഹ്മണിക്കൽ പാർട്ടിയല്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തമായിട്ടുള്ള ജനകീയ അടിത്തറയുണ്ട്. അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ശ്രീ NP ചെക്കുട്ടി, ശ്രീ M ജയചന്ദ്രൻ, ശ്രീ K സോമൻ, ഒപ്പം തന്നെ ബിപിൻ സി ബാബു ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.